السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: خاتمة: يحرم بالحدث صلاة وطواف وسجود وحمل مصحف وما كتب لدرس قرآن ولو بعض آية كلوح. നാം വുളൂഇനെ കുറിച്ചും വുളൂ മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതിനെല്ലാം ഒരു പരിസമാപ്തി എന്നോണം മുസന്നിഫ് റഹിമഹുല്ലാ ഈ വുളൂ മുറിഞ്ഞ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിക്കാരനായ ആള്, അതുപോലെ വലിയ അശുദ്ധിക്കാരൻ, ഇവരുടെ മേലിൽ എന്തെല്ലാം കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. യഹ്റുമു ബിൽ ഹദസി, അശുദ്ധി കൊണ്ട് ഹറാമാകും, സ്വലാത്തുൻ, നിസ്കാരം, വ തവാഫുൻ, തവാഫ്, വ സുജൂദുൻ, സുജൂദും. അപ്പോ ഒരു വുളൂ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കൽ ഹറാമാണ്. വുളൂ ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജമാഅത്തായൊക്കെ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് വുളൂ മുറിഞ്ഞു എന്ന് വെക്കുക. അങ്ങനെ വുളൂ മുറിയുന്ന സമയത്ത് ഇതിപ്പോ ഞാനിപ്പോ ഒതുകൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ജനങ്ങളെല്ലാം എന്തെങ്കിലും വിചാരിക്കും എന്ന് മനസ്സിലാക്കി നാം ആ നിസ്കാരം തന്നെ തുടർന്നാൽ അവിടെ ശിക്ഷയാണ് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തവാഫ് ചെയ്യണമെങ്കിൽ അവിടെ വുളൂ അത്യന്താപേക്ഷിതമാണ്. തവാഫ് എന്നുള്ളത് നിസ്കാര തുല്യമാണ്. നിസ്കാരത്തെ പോലെ തന്നെയാണ് തവാഫും. എന്തെല്ലാം കാര്യങ്ങൾ നിസ്കരിക്കാൻ വേണോ ആ കാര്യങ്ങളൊക്കെ തവാഫിലും ആവശ്യമാണ്, ശുദ്ധി ആവശ്യമാണ്. പക്ഷേ തവാഫിൽ ഒരു പ്രത്യേകതയുണ്ട്. നിസ്കാരത്തിൽ നമുക്ക് സംസാരിക്കാൻ പാടുള്ളതല്ല. തവാഫിൽ എന്ത് ചെയ്യാം? സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് തവാഫ് ബാത്തിലായി പോവണം എന്നില്ല. തവാഫ് ബാത്തിലാകുന്നതല്ല. അതുപോലെ തന്നെ സുജൂദ്, അത് ഏത് സുജൂദാവട്ടെ, സുജൂദ് എന്ന് പറയപ്പെടുന്ന ശുക്രിന്റെ സുജൂദാവട്ടെ, സജദ തിലാവ ഓത്തിന്റെ സുജൂദാവട്ടെ, അതല്ലെങ്കിൽ നിസ്കാരത്തിലുള്ള സുജൂദാവട്ടെ, ഏത് ശുക്രിന്റെ സുജൂദ് അല്ലെങ്കിൽ സജദ തിലാവത്തിന്റെ സുജൂദ്, ഏത് സുജൂദാണെങ്കിലും ശരി, ആ സുജൂദൊക്കെ എന്താണ്? വുളൂ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പ്രവർത്തിക്കൽ നിഷിദ്ധമാണ്. അതുപോലെ തന്നെ വഹംലു മുസ്ഹഫിൻ, മുസ്ഹഫ് ചുമക്കൽ, അത് ഹറാമാണ്. വുളൂ ഇല്ലാത്ത ആള് മുസ്ഹഫ് ചുമക്കുക എന്നുള്ളത് അത് കുറ്റം, ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു മുസ്ഹഫ് ചളിയിലേക്ക് വീഴാൻ വേണ്ടി പോവുകയാണ്, അതല്ലെങ്കിൽ അത് പാഴായി പോവുകയാണ്, അതല്ലെങ്കിൽ ഇദ്ദേഹം അതിനെ എടുത്തിട്ടില്ല എങ്കിൽ അത് കത്തി നശിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ഈ വിഷയത്തിൽ നിന്നും ആ മുസ്ഹഫിനെ സംരക്ഷിക്കാൻ മറ്റൊരു വ്യക്തിയെ ലഭിച്ചിട്ടുമില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം? മുസ്ഹഫ് വുളൂ ഇല്ലാതെ തന്നെ എടുക്കുന്നതിനോ തൊടുന്നതിനോ ഒന്നും വിരോധമില്ല. കാരണം അത് ഒരു ദറൂറത്തിന്റെ അവസ്ഥയായതുകൊണ്ട്. അപ്പൊ മുസ്ഹഫ് തൊടലും ഹറാമാണ്, മുസ്ഹഫ് ചുമക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ ഒന്നിനെ ചുമക്കലും ഹറാമാണ്. എങ്ങനത്തെ ഒന്നാണ്? കുതിബ, അത് എഴുതപ്പെട്ടിരിക്കുന്നു, ലിദർസി ഖുർആനിൻ, ഖുർആന് പഠിക്കാൻ വേണ്ടി, ദർസിന് വേണ്ടി എഴുതപ്പെട്ടതായ ഒന്ന്. വലൗ ബഅദ ആയത്തിൻ, അത് ആയത്തിൽപ്പെട്ട ചിലത് ആണെങ്കിലും ശരി. കലൗഹിൻ, അത് ഒരു ലൗഹ്, പലക പോലെ. ഇന്നൊക്കെ നമ്മൾ പറയുന്ന സ്ലൈറ്റ്, അതല്ലെങ്കിൽ ബോർഡ്, അതുപോലെ
അപ്പൊ അതിന്മേൽ കേവലം എഴുതിയിട്ടുള്ളത് ഒരായത്തിൽ നിന്നും അല്പമാണ്. പക്ഷെ അപ്പോ ഒരു ഖുർആനിൽപ്പെട്ട ഒരു ഹർഫ് എഴുതി കഴിഞ്ഞാൽ അതിന് ഈ നിയമം ബാധകമാണോ? അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമൊക്കെ അത് ഒരു മുഫീദായ ജുംല ആയിരിക്കണം. അർത്ഥം ഉള്ള ഒരു വാക്യം, വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്യം എഴുതി കഴിഞ്ഞാൽ ആണ് ഈ തൊടൽ ചുമക്കൽ ഹറാമാകുക എന്നുള്ള നിയമം ബാധകമാവുകയുള്ളൂ എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാര് ഒരു ഹർഫാണെങ്കിൽ തന്നെ ഹറാമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. വൽ ഇബ്റതു ഫീ ഖസ്ദി ദിറാസതി വത്തബറുഖി. അപ്പൊ പഠിക്കുക എന്നുള്ള ഉദ്ദേശിക്കുക, അതല്ലെങ്കിൽ തബറുക്ക് ഉദ്ദേശിക്കുക, അതിലുള്ള പരിഗണന ബിഹാലത്തിൽ കിതാബത്തി എഴുതുന്ന അവസ്ഥ കൊണ്ടാണ്, ദൂനമാ ബഅദഹ അതിന്റെ ശേഷമുള്ള അവസ്ഥയെ കൂടാതെ. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇവിടെ ഖുർആന് ചുമക്കുക അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കുക, അവിടെ എന്തില്ല, വിശുദ്ധമായ ഖുർആൻ, അത് രണ്ടും രണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കുമ്പോൾ അവിടെ ഞാൻ തബറുക്ക് ഉദ്ദേശിച്ചാണ് ഞാൻ തൊട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഖുർആൻ പിടിച്ചിട്ടുള്ളത് എന്ന് പറയാൻ അർഹതയില്ല. നാം മനസ്സിലാക്കണം. അതായത് ഖുർആൻ എന്ന് പേര് പറയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമുക്കറിയില്ല, ഇന്ന് മുസ്ഹഫ് എന്ന് പറയല് നമ്മൾ സാധാരണ എന്തിനാ, ആ മുസ്ഹഫ് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഞാനിപ്പോ തബറുക്കിന് വേണ്ടി ഒന്ന് ചുംബിക്കാൻ വേണ്ടി എടുത്തതാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അവിടെ നിർബന്ധമായിട്ടും ഖുർആൻ എടുക്കുമ്പോഴും ഖുർആൻ തൊടുമ്പോഴും എന്തായാലും വുദു വേണം. പിന്നെ ഇവിടെ ഇപ്പൊ ഈ തബറുക്ക് ഉദ്ദേശിക്കുക, അതുപോലെ ദിറാസ പഠനം ഉദ്ദേശിക്കുക എന്നുള്ള വിഷയം വരുന്നത് എവിടെയാണ്? വിശുദ്ധമായ ഖുർആൻ ഒരു സ്ലൈറ്റിന്റെ മേൽ എഴുതപ്പെട്ടത്, ഒരു സ്ലൈറ്റ്, ഒരു ബോർഡ്, അതിന്റെ മുകളിലൊക്കെ എഴുതപ്പെടുമ്പോ അത് പല രൂപങ്ങളിലും ഉണ്ടാവാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചുമരിന്റെ മുകളിലൊക്കെ വറക്കത്തിന് വേണ്ടി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീടിനെ അതിൽ ഷെറിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ വിശുദ്ധമായ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള വറക്കത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ തബറുക്കിന് വേണ്ടി എഴുതി വെക്കപ്പെട്ടാൽ അവിടെ ആ ലൗഹ, ആ ബോർഡ് തൊടുന്നതിന് എന്തില്ല, ഹറാമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അത് എപ്പോ ഉദ്ദേശം വേണം? എഴുതുന്ന സമയത്ത് അതിന് ഉദ്ദേശമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാം മറ്റൊരു ഉദാഹരണം പറയുക. അപ്പോ ഏലസിന്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും, ഖുർആൻ എഴുതിയിട്ടുണ്ടാകും. ആ ഏലസ് എന്നിട്ട് ഒരു ചെമ്പിന്റെ കൂടിലാക്കിയിട്ട് അതൊക്കെ ചില ആളുകളൊക്കെ കെട്ടാറുണ്ടല്ലോ ചികിത്സക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അവിടെ നിന്നും അത് ചുമക്കുന്നതിനോ അതല്ലെങ്കിൽ സ്പർശിക്കുന്നതിനോ എന്തില്ല, തെറ്റ് ഇല്ല. പക്ഷെ എന്തായിരിക്കണം, ഇതൊക്കെ എഴുതപ്പെടുന്ന സമയത്ത് ഇവന് മഖ്സൂദ് ഉണ്ടാവണം. ഇപ്പൊ ഒരാളൊരു ഏലസ് ഉണ്ടാക്കി, ഏലസിന് വേണ്ടിയാണ് വിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും സൂറത്തുകൾ പരിപൂർണമായിട്ടും എഴുതി, സൂറത്ത് യൂസുഫ് ഉദാഹരണം പറയാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയതിന് ശേഷം പിന്നീട് എഴുതുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇത് ഏലസിന് വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. പിന്നീട് ഏലസിന്റെ ആ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ആ കടലാസ് പുറത്തെടുത്ത് വിശുദ്ധമായ ഖുർആൻ അതിലുണ്ട് എങ്കിൽ അവിടെ സ്പർശിക്കുന്നതിന് എന്തില്ല, വിരോധമല്ല. കാരണം അത് എഴുതുന്ന സമയത്ത് പരിഗണിക്കപ്പെട്ടത് എന്താണ്, വിശുദ്ധമായ ഖുർആൻ ഉദ്ദേശത്തോടുകൂടെയല്ല, അതൊരു ചികിത്സാർത്ഥം ഏലസിന് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതല്ല എങ്കിൽ ഇനി ഒരാൾ വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് എഴുതിയത്, പഠിക്കാൻ വേണ്ടിയാണ് എഴുതുമ്പോൾ ഇവന്റെ ഉദ്ദേശം ഇത് പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എഴുതിയതിന് ശേഷം പിന്നീട് അത് ഏലസായിട്ട് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിലോ പറ്റൂല, അത് ഹറാമുമാകും. അതാണ് പറയുന്നത് വൽ ഇബ്റതു ഫീ ഖസ്ദി ദിറാസതി വത്തബറുകി. ഈ തബറുക്കിന്റെയും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശിക്കുന്നതിന്റെ പരിഗണന ബിഹാലത്തിൽ കിതാബത്തി എഴുതുന്ന അവസ്ഥ കൊണ്ടാണ്, ദൂനമാ ബഅദഹ ആ എഴുതിയതിന്റെ ശേഷമുള്ള അവസ്ഥയെ കൂടാതെ എഴുതുമ്പോൾ എന്താണോ ഇവന്റെ ഉദ്ദേശം ആ ഉദ്ദേശ്യമാണ് പരിഗണിക്കപ്പെടുക. വബിൽ കാതിബി ലിനഫ്സിഹി
ഈ എഴുതുന്നവനെ കൊണ്ടുമാണ് പരിഗണിക്കപ്പെടുക. ലിനഫ്സിഹി, അവന്റെ നഫ്സിനിക്ക് വേണ്ടി. അപ്പൊ സ്വന്തം ശരീരത്തിനിക്ക് വേണ്ടി സ്വന്തം ആവശ്യാർത്ഥം അവൻ എഴുതുകയാണ്. അപ്പോൾ ആ എഴുതുന്നവന്റെ അവസ്ഥ എന്താണോ, അവന്റെ ഉദ്ദേശ്യം എന്താണോ, ആ ഉദ്ദേശ്യ ശുദ്ധിയാണ് പരിഗണിക്കപ്പെടുക. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ എഴുതുന്ന ആൾക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുകയാണ്. പക്ഷെ തബറുആയിട്ടാണ്, വെറുതെയാണ്, അതിന് പൈസ വാങ്ങുന്നില്ല, അവൻ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴൊക്കെ അപ്പൊ എങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, എഴുതുന്നവന്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇദ്ദേഹം നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്, ആ നിലക്കാണ് എഴുതുന്നത് എങ്കിൽ അപ്പോഴൊക്കെ പരിഗണിക്കപ്പെടുന്നത് എഴുതുന്നവന്റെ അവസ്ഥയാണ്, അവന്റെ ഖസ്ദാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഇത് തബറുക്കിന് വേണ്ടിയാണ് എഴുതുന്നത്, അതല്ലെങ്കിൽ ഒരു ഏലസിന് വേണ്ടിയാണ് എഴുതുന്നത്, ചികിത്സക്ക് വേണ്ടിയാണ് എഴുതുന്നത്, അതുപോലത്തെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് ആണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ അതാണ് പരിഗണിക്കപ്പെടുക. അത് ആ പരിഗണന വെച്ചുകൊണ്ടാണ് ഹറാമും ഹലാലും ആകുന്നത് എന്ന് ചുരുക്കം. ഇല്ല, ഇനി എങ്ങനെയല്ലെങ്കിൽ അവൻ തബറു ആയിട്ടല്ല, വേറെ ഒരാൾക്ക് എഴുതി കൊടുക്കുന്നത് തബറു ആയിട്ടല്ല, എന്നാൽ ഫആമിരിഹി, അത് എഴുതാൻ വേണ്ടി കൽപ്പിക്കുന്നവന്റെ ഉദ്ദേശ്യം പോലെയാണ്. അപ്പോ ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധമായ ഖുർആനൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി തരാറുണ്ട്. അങ്ങനത്തെ ഒരാളുടെ അടുക്കൽ പോയിട്ട് ഒരാൾ എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആൻ എന്ന് എഴുതി തരണം എന്ന് ആവശ്യപ്പെടുമ്പോ ഈ കൽപ്പിക്കുന്നവന്റെ നീയത്ത് എന്താണ്? എനിക്ക് ചികിത്സക്ക് വേണ്ടിയാണ് എന്നാണ് എങ്കിൽ അത് അനുവദനീയമാണ്. അതല്ല, എന്റെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയാണ്, അവർക്കിത് നോക്കി ഓതാൻ വേണ്ടിയാണ് എന്ന ഉദ്ദേശ്യമാണെങ്കിലോ അത് ഹറാമുമാകും. ലാ ഹംലുഹു മഅ മതാഇൻ. ഇനി പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിശുദ്ധമായ ഖുർആൻ ഹംല്, ചുമക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു. ഇനി പറയുന്ന ലാ ഹംലുഹു, ആ വിശുദ്ധമായ ഖുർആൻ ചുമക്കലൽ ഹറാമില്ല, മഅ മതാഇൻ, ചരക്കോടുകൂടെ, മറ്റു ചില ചിരക്കുകളൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ വിശുദ്ധമായ ഖുർആനും അവന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആ നിലക്ക് ചുമന്നാൽ പ്രശ്നമല്ല. പക്ഷേ വൽ മുസ്ഹഫു ഗൈറു മഖ്സൂദിൻ ബിൽ ഹംലി, ഈ ചുമക്കല് കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഉദ്ദേശിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇവിടെയാണ്, അതായത് ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാണ്ട്, അപ്പോ ഒരു ഖുർആന്റെ ഒരു പെട്ടിയും അതിനോട് കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ട് എന്തില്ല, വിരോധമല്ല. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താവണം? വിശുദ്ധ ഖുർആൻ ചുമക്കുക എന്നാവാൻ പാടില്ല. ഞാൻ എന്റെ ചിരക്കുകൾ കൊണ്ടുപോകുന്നു, അതിന്റെ കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ വെച്ചു എന്ന് മാത്രം. മഖ്സൂദ് ഏതായിരിക്കണം? വിശുദ്ധമായ ഖുർആൻ അല്ല, ചരക്കായിരിക്കണം എന്നർത്ഥം. അപ്പോ ആ നിരക്കാകുമ്പോൾ അത് ചുമക്കുന്നതിന് വിരോധമില്ല. വമസ്സു വറഖിഹി, വിശുദ്ധമായ ഖുർആനിന്റെ വറഖ, ഏട്, ആ ഏടുകൾ സ്പർശിക്കുന്നതും തൊടുന്നതും ഹറാമാകുന്നതാണ്. നേരത്തെ പറഞ്ഞു ഖുർആൻ തൊടൽ ഹറാമാണ്, പിന്നെ അതിന്റെ വറഖ തൊടലും ഹറാമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം എന്താന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? കാരണം ഖുർആൻ തൊടൽ ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ വറഖ തൊടൽ ഹറാമാണെന്ന് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് വീണ്ടും ഇതൊന്ന് പറഞ്ഞത്? അതായത് ഈ വമസ്സു വറഖിഹി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശിക്കപ്പെടുന്നത്, ചിലപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, ഖുർആന് തൊടല് മാത്രമേ ഹറാമുള്ളൂ. അപ്പൊ ഖുർആൻ അല്ല, ഖുർആനിന്റെ ചില ആയത്തുകളില്ല, അല്ലെങ്കിൽ ചില സൂറത്തുകളില്ല, ഒന്നോ രണ്ടോ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കണ്ടു, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, സ്പർശിക്കാം എന്ന് തോന്നിപ്പോകും. അപ്പൊ അതും പാടില്ല എന്നർത്ഥം, അതും പാടില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? കുല്ലാണ്, ഖുർആൻ തൊടാൻ പാടില്ല, ഇതോ ജുസ് ആണ്. അപ്പോ കുല്ലിന്റെ മേലിൽ ജുസിനെ അത്ഫ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ തിരുത്തപ്പെടാൻ ഇങ്ങനെ അത്ഫ് ചെയ്തത് കൊണ്ട്
ഉപയോഗപ്പെടുകയും ചെയ്യും. അതായത് ചില ആളുകൾ മനസ്സിലാക്കും വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെയുള്ളത് പരിപൂർണമായിട്ടും ഉൾക്കൊള്ളിച്ചതിനാണ് ഖുർആൻ പറയുക. അപ്പൊ അത് മാത്രം തൊടലാണ് ഹറാമ്. അപ്പൊ എന്താ ഒന്നോ രണ്ടോ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു പോകുന്നതൊക്കെ തൊടാമെന്ന് തോന്നിപ്പോകും. അപ്പോ ആ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയും കൂടെയാണ് ഇത് പറഞ്ഞത്. വമസ്സു വറഖി വലവിൽ ബയാദ. അത് ആ വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. പക്ഷെ അവിടെ ബയാദാണെങ്കിലും ശരി, വിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ട ഏടാണ്. പക്ഷെ ഏടിൽ അല്പം സ്ഥലമൊക്കെ വെള്ളയായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലാണെങ്കിലും ശരി ഹറാമാണ്. ഔ നഹ്വു ളർഫിൻ ഉഇദ്ദ ലഹു. ആ വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട കവർ, ആ കവർ പോലോത്തതിനെ തൊടലും ഹറാമാണ്. വമസ്സു വറഖിഹി, വിശുദ്ധമായ ഖുർആന്റെ വറഖ തൊടൽ ഹറാമാണ്. ഔ നഹ്വി ളർഫിൻ, അല്ലെങ്കിൽ കവർ പോലോത്തതിനെ തൊടലും ഹറാമാണ്. എങ്ങനത്തെ ലർഫാണ്? ഉഇദ്ദ ലഹു, വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടത്. അപ്പൊ വിശുദ്ധ ഖുർആൻ അതിൽ സംരക്ഷിക്കപ്പെടാറുണ്ട്, എപ്പോഴും വെക്കും. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ വെക്കാൻ വേണ്ടി ഒരുക്കി തയ്യാർ ചെയ്യപ്പെട്ട കവർ, ഖുർആനിന്റെ കവർ, ആ കവർ തൊടലും എന്താണ്? ഹറാമാണ്. ഏത് സ്ഥിതിയിൽ? വഹുവ ഫീഹി, ആ വിശുദ്ധ ഖുർആൻ അതിലുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ അതിലുണ്ടായിരിക്കെ അപ്പൊ ഖുർആനിലെ തൊടൽ ഹറാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി അതിന്റെ കവറൊക്കെ പോയി തൊടാമെന്ന് ചില ആളുകളൊക്കെ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അതും പാടില്ല. വിശുദ്ധമായ ഖുർആനിന്റെ കവർ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കവർ മാത്രമാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ അതിലില്ല, ഈ കവർ മാത്രം ഇപ്പുറത്ത് നീക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ തൊടുന്നതിന് എന്തില്ല, വിരോധമല്ല. ശുദ്ധമായ ഖുർആൻ അതിലുണ്ടായിരിക്കെ ആ കവർ തൊടൽ എന്താണ്? ഹറാമാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ധാരാളം ഖുർആനുകൾ വെക്കാൻ വേണ്ടി സ്റ്റാൻഡുകൾ ഉണ്ടാക്കി വെക്കപ്പെട്ടതായിട്ട് കാണാം. വിശുദ്ധമായ ഖുർആൻ വെക്കാൻ വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട ചില സാധനങ്ങൾ, ചില സ്ഥലങ്ങൾ മരത്തിന്റെയും അതുപോലെ തന്നെ ഇരുമ്പ്, അലുമിനിയം, ഇങ്ങനെ ഒരുപാട് വസ്തുക്കളെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കപ്പെട്ടതായിട്ട് കാണാം. പക്ഷേ വിശുദ്ധമായ ഖുർആൻ അതിൽ ഉണ്ടായിരിക്കെ അത് തൊടലും എന്താണ്? ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കണം. ലാ ഖൽബു വറഖിഹി, വിശുദ്ധമായ ഖുർആനിന്റെ ഏട് മറിക്കലല്ല. ബിഊദിൻ, ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട്. ഇദാലം യംഫസിൽ അലൈഹി, ആ ഊദിന്റെ മേലിൽ, കൊള്ളിക്കഷ്ണത്തിന്റെ മേലിൽ അത് മുൻഫസിലായിട്ടില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ആ വറക്ക പിരിഞ്ഞു പോന്നിട്ടില്ലെങ്കിൽ, അപ്പൊ എന്താണ്? മുത്തസിലായും കൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ആ ഏട് ചേർന്ന് നിൽക്കെ, എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോരാത്ത രൂപത്തിൽ ഒരാൾ എന്ത് ചെയ്തു? ഒരു കൊള്ളി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു എന്നുള്ളത് കൊണ്ട് എന്തില്ല? അവിടെ ഹറാമ് ഇല്ല. അതുപോലെ തന്നെ വലാ മഅ തഫ്സീരിൻ സാദ, വിശുദ്ധമായ ഖുർആനിനേക്കാളും കൂടുതലായ തഫ്സീറുണ്ട്, ആ നിലക്കെന്തില്ല? അത് ഹറാമില്ല. വലവിഹ്തിമാലൻ, അത് ഇഹ്തിമാൽ എന്ന നിലക്കാണെങ്കിൽ ശരി, അത് സിയാദത്ത്, ഇങ്ങനെ ഈ വിശുദ്ധമായ ഖുർആനേക്കാളും ഇതിൽ കൂടുതൽ അതിന്റെ അക്ഷരങ്ങളുണ്ട്, തഫ്സീറിന്റെ അക്ഷരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇഹ്തിമാൽ എന്ന നിലക്ക് കൂടുതലാണെങ്കിലും ശരി, അവിടെയും ഹറാമില്ല. ഇതിൽ പണ്ഡിതന്മാര് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതായത് ചില പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്? വിശുദ്ധമായ ഖുർആൻ അത് തഫ്സീറിനേക്കാളും, വിശുദ്ധമായ ഖുർആനേക്കാളും തഫ്സീർ കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ട? തൊടുന്നതിന് അതല്ലെങ്കിൽ ചുമക്കുന്നതിന് വുളൂ വേണ്ട എന്നാണല്ലോ വരുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് ഇപ്പൊ തഫ്സീറും ഖുർആനും ഒരു കിതാബിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ ഖുർആൻ എഴുതിയതിന് ഹാഷിയായിട്ട് എന്ത് തഫ്സീർ എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഖുർആൻ പരിപൂർണമായിട്ടൊരു പേജ്, പിന്നെ ഇതിന്റെ സൈഡിലൂടെ എന്ത് എഴുതിയിട്ടുണ്ട്? അതിന് ഹാഷിയായിട്ട് തഫ്സീറും എഴുതിയിട്ടുണ്ടെങ്കിൽ
അത് ഇതിൽ പെടൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, നാം മനസ്സിലാക്കണം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു അത് എങ്ങനെയാണെങ്കിലും പ്രശ്നമല്ല, നമുക്ക് മൊത്തത്തിൽ നോക്കിയാൽ മതി. ഏതാണ് കൂടുതൽ? തഫ്സീറാണോ കൂടുതൽ? അതല്ല ഖുർആനാണോ? ഖുർആനാണ് കൂടുതലെങ്കിൽ അത് ഹറാം. ഇനി അതല്ല തഫ്സീറാണ് കൂടുതലെങ്കിൽ ഹറാമില്ല. അപ്പൊ തഫ്സീറുൽ ജലാലൈൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ 1, 2, 3 ഹർഫുകൾ മാത്രമാണ് തഫ്സീർ ജലാലൈനിൽ ഏതിനേക്കാളും ഖുർആനേക്കാളും കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ സൂക്ഷ്മത തഫ്സീറുൽ ജലാലൈനി തൊടാനും വുളു ഉണ്ടായിരിക്കലാണ് എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് നമുക്ക് ഇആനത്തു ത്വാലിബീൻ നോക്കിയാൽ അതല്ലെങ്കിൽ തർശീഹ് നോക്കിയാൽ ആ വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെടാൻ സാധിക്കും. ഇനി പറയുന്നത് വലാ യുംനഉ സബിയ്യുൻ, കുട്ടിയെ വിലങ്ങപ്പെടുന്നതല്ല. എങ്ങനത്തെ കുട്ടി? മുമയ്യിസുൻ, വകതിരിവായ, മുഹ്ദിസുൻ, അശുദ്ധിക്കാരനായ, വലോ ജുനുബൻ, ആ അശുദ്ധി ജനാബത്താവട്ടെ എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി ആയാലും ശരി, എന്ത് വിലങ്ങപ്പെടുന്നതല്ല? ഹംല വമസ്സ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലോത്തതിനെ ചുമക്കുക, മുസ്ഹഫ് പോലോത്തതിനെ സ്പർശിക്കുക, തൊടുക എന്നുള്ളതിനെ തൊട്ട് വിലങ്ങപ്പെടൂല. അപ്പൊ തമ്മീസുള്ള കുട്ടിയാണ് എങ്കിൽ, തമ്മീസുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അറിയലോ, വകതിരിവായ കുട്ടി. ആ വകതിരിവായ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യാം? വിശുദ്ധമായ ഖുർആൻ തൊടുക, ചുമക്കുക എന്നുള്ളതിനെ തൊട്ട് വിലങ്ങപ്പെടുന്നതല്ല. എന്തിനു വേണ്ടി? ലിഹാജതി തഅല്ലുമിഹി, ആ ഖുർആൻ പഠിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി, വദറസിഹി, അതിനെ ദറസ് നടത്തുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയും, വവസീലതിഹിമാ, ദറസ് തഅല്ലുമ് പഠിക്കുക, ദറസ് നടത്തുക എന്നുള്ളതിന്റെ വസീലക്ക് വേണ്ടിയും എന്ത് ചെയ്യാം? വിലങ്ങപ്പെടുന്നതല്ല. അപ്പൊ വസീല ഉണ്ടായതിന് വേണ്ടി വിലങ്ങപ്പെടുന്നതല്ല. അപ്പൊ തഅല്ലുമ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പഠിക്കുക, അതായത് അത് വിശുദ്ധമായ ഖുർആൻ ഓത്ത് പഠിക്കുക അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. ദറസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോ വിശുദ്ധമായ ഖുർആൻ പഠിക്കലാവണമെന്നില്ല, വിശുദ്ധമായ ഖുർആനിന്റെ അഹ്കാമുകളായിരിക്കാം അതിൽ നിന്നും ഉദ്ദേശിക്കപ്പെടുന്നത്. അഹ്കാം പഠിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പഠിക്കൽ തന്നെയാണ് ഒരർത്ഥത്തില്. അതായത് മറ്റേത് നമ്മൾ പറഞ്ഞത് തഅല്ലുമാകും അതിന്റെ അൽഫാദുകളാണ്. എന്നാൽ ഖിറാഅത്ത്, ഖുർആൻ ഓതൽ പഠിക്കുക, അതിന്റെ തജ്വീദ് പഠിക്കാൻ വേണ്ടി, വിശുദ്ധമായ ഖുർആൻ വായിക്കൽ പഠിക്കാൻ വേണ്ടി. മറ്റേ ദിറാസ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ അതിന്റെ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ വേണ്ടി, അഹ്കാമുകളടക്കം. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ട് വിലങ്ങപ്പെടുന്നതല്ല. അതേ വസീല ഏതുപോലെ? കഹംലിഹി ലിൽ മക്തബി, മക്തബിലേക്ക് അതിനെ വിശുദ്ധമായ ഖുർആൻ ചുമക്കും പോലെ, വലിത്യാനി ബിഹി ലിൽ മുഅല്ലിമി, എന്നിട്ട് അവിടുന്നോ വലിത്യാനി ബിഹി, ആ വിശുദ്ധമായ ഖുർആനെ കൊണ്ടുവരും പോലെ, ലിൽ മുഅല്ലിമി, മുഅല്ലിമിലേക്ക്. എന്തിനു വേണ്ടി? ലിയുഅല്ലിമഹു മിൻഹു, ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് മുഅല്ലിമ, ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ വസീലകള് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ്? വിശുദ്ധമായ ഖുർആൻ തൊടുന്നതിനെ തൊട്ട് മുമയ്യിസായ കുട്ടിയെ വിലങ്ങപ്പെടുന്നതല്ല. അപ്പൊ അതിനൊരു കാര്യം മനസ്സിലായല്ലോ? അത് ശേഷം പറയുന്നുണ്ട്. ഇപ്പോ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒന്ന്, തമീസായ കുട്ടിയെ വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പഠിക്കലിലേക്ക് മാധ്യമങ്ങളാകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി വിലങ്ങപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ ചുമക്കുന്നതിനെ തൊട്ടും സ്പർശിക്കുന്നതിനെ തൊട്ടും വിലങ്ങപ്പെടൂല. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞത്, തഫ്സീർ ഖുർആനിനേക്കാളും തഫ്സീർ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളൂ വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ചുമക്കാൻ വേണ്ടി മത്താ എന്ന് പറഞ്ഞാൽ ചുമടുകൾക്ക് കൂടെ എന്ന് പറഞ്ഞാൽ ചിരക്കുകൾക്ക് കൂടെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുപോകുമ്പോഴും ഇവിടെ വുളൂ വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, അതായത് നാം സാധാരണ ചിലപ്പോൾ മനസ്സിലാക്കൽ എന്താണ്? അതിനൊന്നും ഇപ്പൊ വുളൂ വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ഒരു തീരെ വുളൂ ചെയ്യണ്ട എന്നല്ല അർത്ഥം. ഇവിടെയൊക്കെ വുളൂ ചെയ്യൽ പ്രത്യേകമായ
അതായത് വുളൂ ഒഴിവാക്കൽ ഇവിടെയൊക്കെ കറാഹത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ഹറാമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആനേക്കാളും തഫ്സീർ കൂടുതലാകുന്ന സമയത്ത് തഫ്സീർ തൊടാം, അതിന് വിരോധമല്ല എന്ന് പറഞ്ഞാൽ തൊടൽ ഹറാമില്ല എന്നാ പറഞ്ഞത്. അപ്പോഴും അതെന്തുണ്ട്? കറാഹത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? കഴിവിന്റെ പരമാവധി. എന്തുകൊണ്ട്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ടായതിനു വേണ്ടി. ഏത് കൂടുതലായാൽ തന്നെ കൂടുതലാണോ അല്ലേ എന്നുള്ള ഖിലാഫല്ല ഞാൻ പറഞ്ഞത് തഫ്സീർ ജലാലിലുള്ളത് പോലെ, അതല്ല. മൊത്തത്തിൽ ഇത് കൂടുതലാണെങ്കിൽ തന്നെ, വിശുദ്ധമായ ഖുർആനേക്കാളും തഫ്സീർ കൂടുതലുണ്ട് എങ്കിൽ തന്നെ അത് തൊടൽ അനുവദനീയമാണോ അല്ലേ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടായതുകൊണ്ട് അത് പരിഗണിച്ചിട്ട് അവിടെ എന്താണ്? കറാഹത്താണ് അങ്ങനെ തൊടൽ. അതുപോലെ ചെറിയ കുട്ടികളെ, മുമയ്യിസായ കുട്ടികളെ വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യൂല? തൊടാനോ അതല്ലെങ്കിൽ അത് മക്തബിലേക്ക് ചുമക്കാൻ എന്നുള്ളതിനെ തൊട്ടൊന്നും വിലങ്ങപ്പെടൂല എന്ന് പറഞ്ഞല്ലോ. അവിടെയും ആ കുട്ടികൾക്കൊക്കെ വുളൂ ഉണ്ടായിരിക്കൽ എന്താണ്? സുന്നത്താണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി പറയുന്നു വയഹ്റുമു, ഹറാമാകും. തംകീനു ഗൈരിൽ മുമയ്യിസി, മുമയ്യിസ് അല്ലാത്തവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലോത്തതിനാൽ എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് പോലോത്തതിനെ തൊടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചുമക്കാൻ വേണ്ടിയോ, വലൗ ബഅദ ആയത്തിൻ, അത് ഒരു ആയത്തിൽ നിന്ന് അല്പമാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് പോലോത്തത് എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് വലൗ ബഅദ ആയത്തിന് അത് അല്പാണ്. ഖുർആനിൽപ്പെട്ട അല്പം ആയത്തിൽ നിന്നാണ് ഉള്ളത്. ഇപ്പൊ ചെറിയ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽപ്പെട്ട ഏതെങ്കിലും ചില ആയത്ത് എഴുതിയ ഒരു ഏട്, അതുപോലത്തൊന്നും തമീസ് അല്ലാത്ത കുട്ടികളെ കൈവശം കൊടുക്കാൻ പാടില്ല. അപ്പൊ ചെറിയ കുട്ടികൾ, തമീസാകാത്ത 3 വയസ്സായ അതല്ലെങ്കിൽ 4 വയസ്സായ കുട്ടികൾ, ഇപ്പോ നമ്മുടെ പുതിയ പുതിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് തന്നെ 3-ാം വയസ്സ് മുതൽക്ക് തന്നെ വിശുദ്ധമായ ഖുർആനൊക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളൊക്കെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരം ചെറിയ കുട്ടികൾക്ക് നാം വിശുദ്ധമായ ഖുർആന് കൊടുക്കൽ അതെന്താണ്? ഹറാമാണ്. ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? കൊടുക്കാൻ പാടില്ല എന്ന് കാരണം കുട്ടികൾക്ക് തമീസ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ കുട്ടികൾ ഖുർആനൊക്കെ എന്ത് ചെയ്യാം? കീറാനൊക്കെ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത് അഴുക്കുകളിലൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികൾക്ക് വിവേകമില്ലല്ലോ, ശരിക്കുള്ള ബുദ്ധി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ അവിടെ സംശയം, അതൊക്കെ നോക്കാൻ കഴിയുന്ന ശിക്ഷണത്തിലാണ് ഈ കുട്ടികളെ പഠിപ്പിക്കപ്പെടുന്നത് എങ്കിലോ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വിശുദ്ധമായ ഖുർആന് കീറൂല, അല്ലെങ്കിൽ അത് നോക്കാൻ ആളുകളുണ്ട്, ആ രൂപത്തിലാണെങ്കിൽ അവിടെ പ്രശ്നമില്ല എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. വകിതാബതുഹു ബിൽ അജമിയ്യതി, അനർബി ഭാഷയിൽ ആ വിശുദ്ധമായ ഖുർആൻ എഴുതൽ അതും ഹറാമാണ്. അപ്പൊ അജമി ഭാഷയിൽ, അറബി അല്ലാത്ത, ഇവിടെ അജമി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസ്മുൽ ഉസ്മാനി അല്ലാത്ത ഏത് ഭാഷയാവട്ടെ ആ ഭാഷയിലൊക്കെ വിശുദ്ധ ഖുർആൻ എഴുതൽ അത് ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ ഇങ്ങനെ ഖുർആൻ എഴുതുമ്പോ അത് ചില മാസ്യകൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ എന്താവട്ടെ ഏതാകുമ്പോഴും ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? വിശുദ്ധമായ ഖുർആന് എന്തെഴുതും? തനിച്ച മലയാളത്തിൽ ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതൽ അത് ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കണം. നഹ്വി ദിർഹമിൻ ഫി മക്തൂബിഹി, വിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ടതിൽ ദിർഹം എന്ന് പറഞ്ഞാൽ പൈസ പോലത്തെ കാര്യങ്ങൾ വെക്കുക. ഇത് അന്നത്തെ കാലത്ത് ദിർഹമാണ്. അത് ദിർഹമാവട്ടെ, റൂപിയാവട്ടെ, റിയാലാവട്ടെ, എന്താവട്ടെ അത് വെക്കൽ എന്താണ്? ഹറാമാണ്. അതുപോലെ തന്നെ വഇൽമിൻ ശർഈൻ, ശർഈയായ ഇൽമ്, കിതാബുകളുടെ ഉള്ളിൽ സ്വർണം വെക്കുക, അല്ലെങ്കിൽ കിതാബുകളുടെ ഉള്ളിൽ ദിർഹം വെക്കുക, അതല്ലെങ്കിൽ പൈസ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കൽ എന്താണ്? അത് ഹറാമാണ്. വകദാ ജഅലുഹു ബൈന ഔറാഖിഹി, അതിന്റെ ഔറാഖുകൾക്കിടയിൽ വെക്കലും ഹറാമ് തന്നെയാണ്. ഖിലാഫൻ ലി ശൈഖിന, നമ്മുടെ ശൈഖിന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് ഖിലാഫായിട്ട്. അപ്പൊ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അഭിപ്രായ പ്രകാരം അതിനെന്തില്ല പ്രശ്നം. ഇവിടെ വകദാ ജഅലുഹു ബൈന ഔറാഖിഹി,
വകദാ ജഅലുഹു ബൈന ഔറാഖിഹി, വിശുദ്ധമായ ഖുർആൻ അതല്ലെങ്കിൽ ശർഈയായ ഇൽമ് എന്താവട്ടെ അതിന്റെ ഔറാഖുകൾക്കിടയിൽ ആ ദിർഹം പോലോത്തതിനെ ആക്കൽ, ഖിലാഫൻ ലിശൈഖിന, നമ്മുടെ ശൈഖിനാക്ക് എതിരായിട്ട്. അതായത് ആദ്യം പറഞ്ഞതും ഈ രണ്ടാമത് പറഞ്ഞതുമായിട്ട് എന്തുണ്ട് വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് അത് വിശുദ്ധമായ ഖുർആനോ അതല്ലെങ്കിൽ ശർഈയായ ഇൽമോ എഴുതപ്പെട്ടതിൽ വെക്കലാണ്. അപ്പൊ എഴുതപ്പെട്ടതിൽ ഏതെങ്കിലും രൂപത്തിൽ വെക്കുക, അത് പൊതിഞ്ഞു വെക്കലാവാം, പല നിലക്കാവാം. ഇത് ഔറാഖുകൾക്കിടയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക. ഇത് രണ്ടും എന്താണ്, ഹറാമാണ്. വതംസീഖുഹു അബസൻ, വിശുദ്ധ ഖുർആൻ അതിനെന്ത് ചെയ്യുക, പറിച്ച് ചീന്തുക. അബസൻ, വെറുതെ യാതൊരു ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ തംസീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറിച്ച് ചീന്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അത് നാമാവിശേഷമാക്കപ്പെടുക എന്നാണ്. അത് യാതൊരു ആവശ്യവും കൂടാതെ. അപ്പൊ ഇനി ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലോ ചിലപ്പോ വിശുദ്ധമായ ഖുർആൻ ഏടുകളും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറിയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് കാറ്റിന് പാറി ചിലപ്പോൾ എന്ത് ചെയ്യും, അഴുക്കുകളിൽ റോഡുകളിലൊക്കെ വീഴും, ചളികളിലൊക്കെ വീഴും എന്ന് ഭയപ്പെട്ടാൽ അപ്പം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിനെ കരിച്ചു കളയുകയോ അതുപോലത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തെന്ത് ചെയ്യാം, അതിനെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആവശ്യം കൂടാതെ യാതൊരാവശ്യവും ഇല്ലാതെ ഇഹാനത്തം നിലക്ക് നിസ്സാരപ്പെടുത്തുന്ന നിലക്കാകുമ്പോഴാണ് ഹറാമായിട്ട് വരുന്നത്. വബൽഉ മാ കുതിബ അലൈഹി, വിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ടതിനെ വിഴുങ്ങലും ഹറാമാക്കപ്പെടും. ലാ ശുർബു മഹ്വിഹി, അതിനെ മായ്ച്ചതിന് ശേഷം കുടിക്കലല്ല. മായ്ച്ചതിന് ശേഷം കുടിക്കലല്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിന്റെ ആ എഴുത്തൊക്കെ നിലനിൽക്കുന്നതോട് കൂടെ വിഴുങ്ങലാണ്, അത് ഹറാമാണ്. ഇനി എന്തു ചെയ്യാം, വേണമെങ്കിൽ അത് മായ്ച്ച് വിശുദ്ധമായ ഖുർആൻ എഴുതിയത് മായ്ച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കുടിക്കാം, അതിന് ഹറാമില്ല. അത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് വിഴുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നജസ്സുകളിലേക്കൊക്കെ അത് ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല, നജസ്സാകുന്നതല്ലല്ലോ, കാരണം അത് ഉള്ളിലല്ലേ, അപ്പൊ നജസ്സായിട്ട് പരിഗണിക്കപ്പെടൂലല്ലോ. പക്ഷെ അവിടെ വിഷയം പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഉണക്ക കാഷ്ടത്തിന്റെ മുകളിൽ വിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഏതെങ്കിലും നാമങ്ങൾ അത് വെക്കൽ, അത് വെച്ചു എന്നുള്ളതുകൊണ്ട് നജസാവൂല. പക്ഷെ അത് വെക്കൽ എന്താണ്, അത് ഇഹാനത്താണ്, ആ നിലയ്ക്ക് ഹറാമാണ്. അതേ രൂപത്തിലാണ് വിശുദ്ധമായ ഖുർആനോ അതല്ലെങ്കിൽ വന്ദിക്കപ്പെടുന്ന ഏതെങ്കിലും പേരുകളോ വിഴുങ്ങപ്പെടുന്ന സമയത്തും ഇങ്ങനെയാണ്. എന്നാൽ അത് മായ്ച്ചതിന് ശേഷം വിഴുങ്ങുകയാണ് എങ്കിൽ അതിനെന്തില്ല, പ്രശ്നം ഇല്ല. മായ്ച്ചതിന് ശേഷം കുടിക്കുകയാണ് എങ്കിൽ അതിനെന്തില്ല, പ്രശ്നം ഇല്ല. അതുപോലെ തന്നെ വമദ്ദുർരിജ്ലി ലിൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് കാല് നീട്ടലും ഹറാമാകുന്നതാണ്. മാലം യകുൻ അലാ മുർതഫിഇൻ, വിശുദ്ധമായ ഖുർആൻ അത് ഉയർന്നു നിൽക്കുന്നതായിട്ടില്ലെങ്കിൽ, അപ്പൊ വിശുദ്ധമായ ഖുർആൻ ഉയരത്തിലാണ് എങ്കിൽ കാല് നീട്ടുന്നതിനൊന്നും എന്തില്ല, വിരോധം ഇല്ല. വിരോധമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാല് നീട്ടണം എന്നല്ല. പക്ഷെ എന്താണ്, ഹറാമ് ഉണ്ടാകുന്നതല്ല. എങ്കിലും ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നാം പരിഗണിക്കപ്പെടേണ്ടത് അവിടെയൊക്കെ മര്യാദയാണ്, തഅ്ളീമാണ്. വിശുദ്ധമായ ഖുർആൻ ബഹുമാനിക്കുക. ആ നിലക്കുള്ള ഒരു പ്രവർത്തനവും അതിന് ഉയർന്നതാണെങ്കിലും അതല്ലെങ്കിൽ താഴ്ന്നതാണെങ്കിലും ഏത് രൂപത്തിൽ താഴ്ന്നതാണെങ്കിൽ ഹറാമാണ് വിശുദ്ധമായ ഖുർആന്റെ നേരെ കാല് നീട്ടൽ. ഈ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഉയരത്തിലാണ്, ആ സമയത്ത് അങ്ങനെ നീട്ടൽ ഹറാമില്ല, എങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.